രണ്ടാം ഭാവത്തിന് ബലമുള്ള ജാതകമാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കിട്ടും. അതിന് സാധാരണ നമ്മൾ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയും. കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. വിളക്ക് കണ്ടുകൊണ്ട് കയറിയാൽ നല്ലതാണെന്ന് പറയും. അവിടെ നല്ല വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് കയറിയാൽ നല്ലതായിരിക്കും. പക്ഷെ ഒരു വശത്തേക്ക് മാത്രമേ തിരി കത്തിച്ചിട്ടുള്ളൂവെങ്കിൽ അവിടെ രോഗങ്ങളുടെ ഉപദ്രവം കൂടുതൽ പറയാം. ലഗ്നം എന്ന് പറയുന്ന ആരോഗ്യത്തിനെ പറയുന്നതും 6ാം ഭാവം രോഗത്തെക്കുറിച്ച് പറയുന്നതുമാണ്. മാനസിക ബലം രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വളരെ പ്രധാനമാണ്. കർമ്മബലം കൂടുതൽ ഉണ്ടാകണം, അപ്പോഴേ ധനം ഉണ്ടാവുള്ളൂ. ആള് പണി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പണം ഉണ്ടാവില്ല. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താൻ സാധിക്കും. പക്ഷെ അവിടെ ഒരു പൊരുത്തക്കേടില്ലേ? നമ്മൾ വേറെ ആരെങ്കിലും ചെയ്തു വെച്ച കർമ്മദോഷം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതില് അത് അനുഭവിക്കാനുള്ള യോഗത്തിന് നമ്മൾ പറഞ്ഞ എന്തിനാ? അത് നമുക്ക് അതിന്റെ ബാക്കി കിടക്കുന്നോണ്ടാ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിന്റെ വഴികളിൽ വെളിച്ചം നൽകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിന്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഭാഗവതാചാര്യനും ജ്യോതിഷിയുമായ ശ്രീ ജയശങ്കർ സാറാണുള്ളത്. സർ നമസ്കാരം. നമസ്തേ. സാമ്പത്തിക പ്രതിസന്ധികളെ പറ്റിയും രോഗങ്ങളെ പറ്റിയും ജ്യോതിഷത്തിൽ സൂചനകൾ കിട്ടുമോ മുൻകൂട്ടി? അത് ഏതൊക്കെ ഭാവങ്ങളിലാണ്? സാമ്പത്തിക ഭാവം പ്രധാനമായിട്ട് 2ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക. 2ാം ഭാവത്തിന് ബലമുള്ള ജാതകമാണെങ്കിൽ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കിട്ടും. 2ാം ഭാവാധിപന് ബലം കുറവാണെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും. അത് ലൈഫ് ലോങ് ഉണ്ടാവുമോ? അതോ ലൈഫ് ലോങ് അതുണ്ടാവും. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് 11ാം ഭാവം ബലവത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. 11ാം ഭാവം ലാഭസ്ഥാനാണ്. ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് പറയുമ്പോഴും ലാഭം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പക്ഷെ പ്രയോജനപ്പെടണമെങ്കിൽ 2ാം ഭാവം കൂടി അനുകൂലമായാലേ പ്രയോജനപ്പെടുള്ളൂ. അതെ, അത് ശരിയാണ്. ചിലർ പറയും എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ അത് പ്രയോജനത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ സേവിങ്സ് വരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. ചില ആളുകൾ ഇപ്പോൾ ഏക്കർ കണക്കിന് സ്വത്തുണ്ടാവും, പക്ഷെ നിത്യാനുഭവത്തിന് ഗുണപ്പെടുന്നില്ല. അങ്ങനെ ഉണ്ടാകാറുണ്ട്. ഇപ്പൊ സമ്പത്തില്ല എന്ന് പറയാൻ കഴിയില്ല അവർക്ക്, പക്ഷെ അനുഭവത്തിനില്ല. അപ്പൊ ഇതൊക്കെ അനുഭവയോഗ്യമാവാൻ ഇപ്പോ അങ്ങ് പറഞ്ഞ പോലെ 2ാം ഭാവത്തില് പ്രശ്നമുള്ള ഒരാള് അദ്ദേഹത്തിന് സാമ്പത്തികമായൊരു ഉന്നമനം ലഭിക്കാൻ എന്തായിരിക്കും ചെയ്യേണ്ടത്? അതിന് സാധാരണ നമ്മൾ പറയും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയും. കൊടുത്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതായത് ദാനകർമ്മങ്ങൾ ചെയ്യുക. അങ്ങനെ ദാനകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് കിട്ടാനുള്ള ഫ്ലോ കിട്ടും, അല്ലെങ്കിൽ ഫ്ലോ കുറയും. അതെ. അപ്പോൾ ഈ നമ്മൾ ദാനകർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞ് 2ാം ഭാവത്തിനാണോ അത് ഗുണം വരിക? 2ാം ഭാവത്തിന് എഫക്റ്റീവ് ആവും. സാമ്പത്തിക ശേഷി വർദ്ധിക്കും. അതുപോലെ രോഗസാധ്യതകൾ ഉണ്ടായേക്കാവുന്ന രോഗങ്ങൾ, അത് ഇപ്പോഴുള്ള രോഗമല്ല, നമുക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും ഒരു മാരക രോഗം ഉണ്ടായേക്കാം. നമ്മളൊരു വീട്ടിൽ ചെല്ലുന്ന സമയത്ത് വിളക്ക് കണ്ടുകൊണ്ട് കയറിയാൽ നല്ലതാണെന്ന് പറയും. അവിടെ നല്ല വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നതായിട്ട് കണ്ടുകൊണ്ട് കയറിയാൽ നല്ലതായിരിക്കും. പക്ഷെ ഒരു വശത്തേക്ക് മാത്രമേ തിരി കത്തിച്ചിട്ടുള്ളൂവെങ്കിൽ അവിടെ രോഗങ്ങളുടെ ഉപദ്രവം കൂടുതൽ പറയാം. ഏകവർത്തി മഹാവ്യാധി എന്ന പ്രമാണം. ഒരു തിരി മാത്രം ഇട്ട് കത്തിക്കുന്ന അവസ്ഥ വന്നാൽ മഹാവ്യാധികളായിരിക്കും, വ്യാധികൾ ഒഴിഞ്ഞു മാറില്ല എന്ന് പറയണം. അങ്ങനെ അത്തരത്തിൽ വ്യാധികളുടെ ലക്ഷണം നമുക്ക് ലക്ഷണം അനുസരിച്ചും കിട്ടും, അതേപോലെ ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ചും കിട്ടും. ഇപ്പൊ ജ്യോതിഷ ശാസ്ത്രം അനുസരിച്ച് നമുക്കത് അങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്താൻ പറ്റുമോ? പറ്റും. 6ാം ഭാവത്തില് ബലം കൂടുതലാണെങ്കിൽ അത് ലഗ്നത്തിനേക്കാൾ ബലം കൂടുതൽ 6ാം ഭാവത്തിനാണെങ്കിൽ രോഗമായിരിക്കും കൂടുതൽ. ലഗ്നം എന്ന് പറയുന്ന ആരോഗ്യത്തിനെ പറയുന്നതും 6ാം ഭാവം രോഗത്തെക്കുറിച്ച് പറയുന്നതുമാണ്. അപ്പം ലഗ്നത്തിനേക്കാൾ കൂടുതൽ ബലം 6ാം ഭാവത്തിനാണെങ്കിൽ ആരോഗ്യത്തിനേക്കാൾ കൂടുതൽ രോഗങ്ങളായിരിക്കും. രോഗം ഒഴിഞ്ഞിട്ട് നേരെ ഉണ്ടാവില്ല എന്നുള്ളൊരു അവസ്ഥയായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് എന്തായിരിക്കും ഒരു പരിഹാരം? ലഗ്നത്തിന് ബലം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ശരീരത്തിന് ബലം ഉണ്ടാക്കുക, ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ വർദ്ധിപ്പിക്കുക, അതിന് പാകത്തിലുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക, അത് സൂര്യപ്രകാശം കൂടുതലായിട്ട് കൊള്ളുന്ന അവസ്ഥ ഉണ്ടാകുക, കുറേ പകൽ നടക്കുക,
അതൊക്കെ ചെയ്യുന്നവർക്ക് സഹായിക്കും. മന്ത്രോച്ചാരണങ്ങളൊക്കെ ഇതിന് ഗുണം ആവില്ലേ? മന്ത്രോച്ചാരണങ്ങളും സഹായിക്കും. മൃത്യുഞ്ജയ മന്ത്രമൊക്കെ പോലെ. മൃത്യുഞ്ജയ മന്ത്രം സഹായിക്കും. അതേപോലെ ധന്വന്തരി മന്ത്രം ഇതൊക്കെ ഇതിന് സഹായിക്കുന്നതാണ്. ദക്ഷിണാമൂർത്തി മന്ത്രം വരെ ഇതിന് സഹായിക്കുന്നതാണ്. കാരണം ഭിഷജൈഭവ രോഗിണം, രോഗികൾക്കുള്ള വൈദ്യനും കൂടിയാണ് ദക്ഷിണാമൂർത്തി. അപ്പോൾ ദക്ഷിണാമൂർത്തി മന്ത്രോച്ചാരണവും അതിന് സഹായിക്കും. പിന്നെ ദേവിയുടെ മന്ത്രം, ദേവി ശക്തിയാണ്, ശക്തി ഉണ്ടാക്കി തരുന്നതാണ്. പിന്നെ ദേവിയുടെ വാത്സല്യം, അമ്മയുടെ വാത്സല്യമാണ്. ആ അമ്മയുടെ വാത്സല്യം അനുഭവിക്കുന്ന ആൾക്ക് രോഗങ്ങൾ തന്നെത്താൻ കുറയും, മാനസിക ബലം വർദ്ധിക്കും. മാനസിക ബലം രോഗങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി വളരെ പ്രധാനമാണ്. അതുപോലെ ഒരു ജാതകത്തിൽ രോഗങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒരുമിച്ച് വരുന്ന യോഗങ്ങൾ അത് ഉണ്ടാകാം. ഈ രണ്ടാം ഭാവം കൊണ്ട് സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു. അഷ്ടമഭാവം കൊണ്ടും സാമ്പത്തിക പ്രതിസന്ധിയും പറയാം, രോഗങ്ങളെയും പറയാം. അഷ്ടമഭാവം കൊണ്ട് മാരകമായിട്ടുള്ള രോഗങ്ങളും കൂടി പറയാമെന്നാണ്. അതെല്ലാം നമുക്കൊരു പ്രിക്കോഷൻ എടുക്കാൻ സാധിക്കും. അതെ. അപ്പോൾ അത് നമുക്ക് അഷ്ടമത്തിൻ്റെ ബലവും കൂടി നോക്കിയിട്ട് നിശ്ചയിക്കണം. അതുപോലെ ഒരു ജാതകം നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയുള്ള സൂചനകൾ കിട്ടുമ്പോൾ എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ഒരു ജ്യോതിഷൻ എന്ന നിലയിൽ കൊടുക്കാൻ പറ്റുക? ജ്യോതിഷം എന്നുള്ള നിലയിൽ പ്രധാനമായിട്ട് പറയാനുള്ള കാര്യങ്ങൾ പ്രാർത്ഥനകളും ഉപാസനകളും വർദ്ധിപ്പിക്കുക, വ്രതങ്ങൾ കൂടുതലെടുക്കുക. അത് തന്നെയാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. സാമ്പത്തിക വിഷയത്തിനെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ പറയും പ്രവൃത്തി വർദ്ധിപ്പിക്കുക. അത് പ്രവൃത്തി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം പ്രവൃത്തിയും ദാനധർമ്മങ്ങളും, കർമ്മബലം കൂടുതൽ ഉണ്ടാകണം. അപ്പോഴേ ധനം ഉണ്ടാവുള്ളൂ. ആള് പണി ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ പണം ഉണ്ടാവില്ല. അപ്പം പണി ചെയ്യണം കൂടുതലായിട്ട്. അപ്പം കൂടുതൽ അധ്വാനം വേണം. അതേസമയം തന്നെ അധ്വാനത്തിൻ്റെ ഒപ്പം തന്നെ അത് ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന അവസ്ഥയും കൂടി വരണം. അഞ്ചാം ഭാവത്തിൻ്റെ ആനുകൂല്യം കൂടി വരണം. 5ഉം 10ഉം 2ഉം ഭാവങ്ങൾ തമ്മിൽ പരസ്പരം ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ലാഭസ്ഥാനവും കൂടിയായിട്ട് ബന്ധപ്പെടുത്തി വന്നാൽ, 11ാം ഭാവം കൂടിയായിട്ട് ബന്ധപ്പെടുത്തി വന്നാൽ ആൾക്ക് അവരുടെ കർമ്മം കൊണ്ട് സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാവും. ഇതൊക്കെ നമ്മൾ നേരത്തെ, അതായത് ഒരു ജാതകത്തിൽ അയാൾ ജനിക്കുമ്പോൾ തന്നെ ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഇത് നമുക്ക് ഒരു ജ്യോത്സ്യനെ സംബന്ധിച്ച് ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കർമ്മങ്ങൾ കൊണ്ട് മാറ്റം വരുത്താൻ പറ്റും. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങളുടെ ഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജന്മത്തിലെ കർമ്മങ്ങൾ കൊണ്ട് ഭാവിയെ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഈ ജന്മത്തിലെ കർമ്മങ്ങൾ ആ പാകത്തിന്, ഈ ജന്മത്തിലെ കർമ്മങ്ങൾ അടുത്ത ജന്മത്തിൽ സഹായിക്കും. ഈ ജന്മത്തിൽ തന്നെ നമുക്കൊരു മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാവും. നമ്മൾ ജീവിതം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഇപ്പോൾ കഴിഞ്ഞ ജന്മവും ഈ ജന്മവും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു പുഴു ഒരിലയിൽ നിന്ന് മറ്റൊരു ഇലയിലേക്ക് കയറുന്ന പോലെയാണ്. ഒരു ഇലയിൽ പിടുത്തം വിടാതെ തന്നെ അടുത്ത ഇലയിലേക്ക് കാല് വയ്ക്കുന്നു. അതായത് ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് അവിടെയും വരുന്നത്. അതെ. അപ്പോൾ കഴിഞ്ഞ ജന്മത്തിന്റെ കണ്ടിന്യൂഷനാണ് ഈ ജന്മം എന്ന് പറയുന്നത്. കഴിഞ്ഞ ജന്മം ഒറ്റയടിക്ക് അങ്ങ് വിട്ടുകളയുന്നു എന്നുള്ളതല്ല. അവിടെ നിന്ന് പുതിയ ജന്മത്തിലേക്ക്. പക്ഷെ അവിടെ ഒരു പൊരുത്തക്കേടില്ലേ? നമ്മൾ വേറെ ആരെങ്കിലും ചെയ്തു വെച്ച കർമ്മദോഷം നമ്മൾ അനുഭവിക്കുക എന്നുള്ളതില്, അത് അനുഭവിക്കാനുള്ള യോഗത്തിന് നമ്മൾ പറഞ്ഞ എന്തിനാ? അത് നമുക്ക് അതിന്റെ ബാക്കി കിടക്കുന്നോണ്ടാ. നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ബാക്കി ചെയ്തു വെച്ചതിന്റെ ഫലം കൊണ്ടാണ് ഈ ജന്മം ഒരു നല്ലൊരു ജീവിതം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത് നമ്മൾ ഏത് ജീവിതത്തിലേക്ക് വരണം എന്നുള്ളത്. കഴിഞ്ഞ ജന്മത്തിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തു വന്ന ആ പ്രക്രിയകളുടെ ഫലമായിട്ടാണ് പുതിയൊരു ജന്മത്തിലേക്ക് വരുന്നത്. ആ പുതിയ ജന്മത്തിലേക്ക് വരുന്ന അങ്ങനെ ഒരു ജീവിതം നമ്മൾ തന്നെ സെലക്ട് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. അതിനുള്ള സാഹചര്യം ഭഗവാൻ ഉണ്ടാക്കി തരുന്നു മാത്രം. അപ്പൊ അതിൽ നിന്നൊരു മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനാണ് നമ്മുടെ കർമ്മങ്ങൾ. കർമ്മങ്ങൾ മെച്ചപ്പെടുത്തണം. നമ്മൾ കർമ്മങ്ങൾ മെച്ചപ്പെടുത്തിയാൽ നമുക്ക് ഫലവും മെച്ചപ്പെടും.